ഇപ്പം ഡൽഹിയിലുണ്ടായ ഭീകരാക്രമണം നമുക്കറിയാം. കുറച്ച് നാളായിട്ട് ഒരു 10-15 കൊല്ലമായിട്ട് അധികം അറ്റാക്കുകളൊന്നും കുറച്ച് നാളായിട്ട് ഇല്ലാതിരിക്കുകയായിരുന്നു. എനിക്ക് തോന്നുന്നു BJP അധികാരത്തിൽ വന്നതിന് ശേഷമാണെന്ന് തോന്നുന്നു കുറച്ചുകൂടെ സ്ട്രോങ് ആയി. നേരിട്ടുള്ള ആക്രമണങ്ങളൊന്നും ഇല്ലാതിരിക്കുകയായിരുന്നു. ആകെ 1-2 ആക്രമണം ഉണ്ടായത് നമുക്കറിയാം. അത് കൂടുതലും പട്ടാളക്കാർക്കെതിരെയായിരുന്നു. അവസാനം ഉണ്ടായത് പഹൽഗാമിലാണ്. അതും സ്ഥിരം സ്ഥലമായിട്ടുള്ള കാശ്മീരിലായിരുന്നു. പക്ഷെ അതല്ലാത്ത സ്ഥലങ്ങളിൽ ജനങ്ങളിലോടുള്ള നേരിട്ടുള്ള ആക്രമണങ്ങൾ ഒരു പതിറ്റാണ്ടായിട്ടെങ്കിലും അറ്റ്ലീസ്റ്റ് നമ്മൾ കേൾക്കാത്ത ഒന്നായിരുന്നു. അത് കഴിഞ്ഞ ദിവസം സംഭവിച്ചു. ഇത്രയും നാളും നമ്മുടെ രാജ്യം ഉണ്ടായ ആക്രമണത്തിലൊക്കെ പ്രതികരിച്ചിരുന്നു. അതിനു മുമ്പ് പ്രതികരിച്ചിരുന്ന എങ്ങനെയാണെന്ന് നമുക്കറിയാം. കാരണം പ്രതിഷേധം അറിയിക്കുക എന്നായിരുന്നു. എനിക്ക് ഓർമ്മയുണ്ട് കോൺഗ്രസ് ഭരിച്ചിരുന്ന കാലത്ത് ഒരു തീവ്രവാദി ആക്രമണം ഉണ്ടാകുമ്പം അതിനെതിരെ ഇന്ത്യ എടുക്കുന്ന ആക്ഷൻ എന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ സ്ഥാനപതിയെ വിളിച്ചു വരുത്തി പ്രതിഷേധം അറിയിച്ചു. ഇതായിരുന്നു സ്ഥിരം കേൾക്കുന്നൊരു വാക്കായിരുന്നു. എല്ലാ ന്യൂസ് ചാനലിലും വലിയ വെണ്ടയ്ക്ക് അക്ഷരത്തിൽ എഴുതി വരും. ഒരു ഏതെങ്കിലും തീവ്രവാദികൾ വന്നുകൂടെ ആരെങ്കിലും കൊല്ലുമ്പം പാകിസ്ഥാൻ്റെ സ്ഥാനപതിയെ വിളിച്ചു വരുത്തി പ്രതിഷേധം അറിയിച്ചു. ഈ വിളിച്ചു വരുത്തി പ്രതിഷേധം അറിയിച്ചെന്ന് ഇത്ര വലിയ സംഭവം എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. വിളിച്ചു വരുത്തിയാൽ എന്തോ, ഫോൺ വിളിച്ച് പറഞ്ഞാൽ എന്തോ, വിളിച്ചു വരുത്തി പ്രതിഷേധം അറിയിച്ചു. ഇതായിരുന്നു ഏറ്റവും വലിയ ഒരു റിയാക്ഷൻ നമ്മൾ നടത്തിക്കൊണ്ടിരുന്നത്. അവിടെ നിന്ന് മാറി ഇന്ത്യ പ്രതികരിക്കാൻ തുടങ്ങി. അത് എന്തായാലും ക്രെഡിറ്റ് ഗോസ് ടു മോഡി ഗവൺമെൻറ്. ഈ സംഭവിച്ചത് ഇപ്പോൾ വരുന്ന വാർത്തകൾ എന്ന് പറഞ്ഞാൽ അതൊരു രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ ഉണ്ടായി എന്നുള്ളതാണ് പുതിയ വിവരങ്ങൾ. അപ്പോൾ എങ്ങനെയായാലും സംഭവിച്ചു. കുറേ നിരപരാധികളുടെ മരണമുണ്ടായി. എനിക്ക് ഇതിനെപ്പറ്റി സംസാരിക്കാനുള്ള അതല്ല, ഈ വാർത്തകൾക്കടിയിൽ വരുന്ന കമൻറ്റുകളാണ്. നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടായിരിക്കും. BJP ആണ്, ഇവിടെ ഇലക്ഷനാണ്, അപ്പോൾ ഇലക്ഷൻ ആയതുകൊണ്ടാണ് ഇതിൻ്റെ റീസൺ എന്നൊക്കെ. ആലോചിച്ച് നോക്കുക, ഒരു ജനാധിപത്യ രാജ്യത്തിരുന്നുകൊണ്ട് അതിൻ്റെ എല്ലാ സുഖങ്ങളും അനുഭവിച്ചുകൊണ്ട് അതിൻ്റെ എല്ലാ സ്വാതന്ത്ര്യം അനുഭവിച്ചുകൊണ്ട് തന്നെ ആ രാജ്യത്തിൻ്റെ നെഞ്ചത്ത് കത്തി കുത്തുന്ന പരിപാടിയാണ് ഈ അഭിപ്രായം പറയുന്നവരെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ പറയുന്നവർക്ക് ഒരു ലക്ഷ്യമേ ഉള്ളൂ, സാധാരണക്കാരായ ജനങ്ങൾ, ഇലക്ഷനെ പറ്റി ഒന്നും പ്രത്യേകിച്ച് ചിന്തിക്കാത്ത അല്ലെങ്കിൽ ഇലക്ഷനെ പറ്റി ഒന്നും വലിയ വിവരമില്ലാത്ത ആളുകൾ ഇത് കേൾക്കുമ്പോൾ ആദ്യം വിചാരിക്കും ശരിയാണല്ലോ, ഇലക്ഷൻ എടുത്തു, അപ്പോൾ ഇലക്ഷൻ നടക്കുന്നതിന് തൊട്ട് മുമ്പാണ് അത് നടക്കുന്നത്. കഴിഞ്ഞ തവണ ആക്രമണം ഉണ്ടായപ്പോഴും ഇലക്ഷന് മുമ്പായിരുന്നു. ശരിയാണ്, അപ്പോൾ അതിനൊരു കോറിലേഷൻ ഉണ്ട്, അപ്പോൾ ഇത് ഇലക്ഷനാണ്. എന്ന് വെച്ചാൽ പെട്ടെന്ന് ചിന്തിക്കാതെ സാധാരണ ആളുകളുടെ ഇടയിൽ ആ ഒരു പ്രൊപ്പഗണ്ട ഇങ്ങനെ ഉണ്ടാക്കി വിടുകയാണ്. ഇതിൻ്റെ ആ സത്യാവസ്ഥ എന്താണ്? ഇത് ഇന്ത്യയാണ്. ഇന്ത്യയിൽ എന്നാണ് ഇലക്ഷൻ ഇല്ലാത്തത്? ഇന്ത്യയിൽ എല്ലാ വർഷവും ഇലക്ഷനാണ്. പോട്ടെ, ഈ വർഷം പോട്ടെ, എല്ലാ മാസവും ഇവിടെ ഇലക്ഷനാണ്. പിന്നല്ലേ വർഷം. ഈ ഒരു 6 മാസം നമുക്ക് എടുത്ത് പരിശോധിക്കാം. ഇനി വരാനുള്ളൊരു 6 മാസം. ഇപ്പം നിലവിൽ നവംബറിൽ ബീഹാറിലെ ഇലക്ഷൻ, ഡിസംബറിൽ അടുത്ത മാസം ഡിസംബറിൽ കേരളത്തിലെ ഇലക്ഷനാണ്. കേരളത്തിൽ പഞ്ചായത്ത് ഇലക്ഷനാണ്. അതിൻ്റെ ഡേറ്റ് ഇപ്പോൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അടുത്തത് ജാർഖണ്ഡാണ്. ഡിസംബർ തൊട്ട് ജാനുവരിക്ക് ഇടയിലാണ്, ഡിസംബറോ ജാനുവരിയോ ആയിരിക്കും ജാർഖണ്ഡിൽ അടുത്ത ഇലക്ഷൻ നടക്കാൻ പോകുന്നത്. അതിൻ്റെ ഡേറ്റ് പ്രഖ്യാപിച്ചിട്ടില്ല, അതിനിടയിലായിരിക്കും നടക്കാൻ പോകുന്നത്. അത് കഴിഞ്ഞാൽ ജമ്മു ആൻഡ് കാശ്മീർ ഡിസംബർ തൊട്ട് ഡിസംബറിലും മാർച്ചിനും ഇടയിലായിരിക്കും അവിടുത്തെ ഇലക്ഷൻ നടക്കാൻ പോകുന്നത്. അത് കഴിഞ്ഞാൽ മഹാരാഷ്ട്ര മുനിസിപ്പൽ കോർപ്പറേഷൻ ഇലക്ഷനാണ്. അപ്പോൾ അത് ഒരു ജനുവരി തൊട്ട് മാർച്ചിന് ഇടയിലാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. പിന്നെ ഡൽഹി ഇലക്ഷൻ വരുന്നു, അത് ജനുവരിക്കും ഫെബ്രുവരിക്കും ഇടയിലായിരിക്കും എന്നാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പം മാർച്ച് വരെയായി. അടുത്തത് ഏപ്രിൽ ആസാം, കേരളം, തമിഴ്നാട് ഈ 3 അസംബ്ലി ഇലക്ഷൻ നടക്കാൻ പോവുകയാണ്. അത് കഴിഞ്ഞ് ഏപ്രിൽ മെയ് വെസ്റ്റ് ബംഗാളിൽ അടുത്ത ഇലക്ഷൻ നടക്കാൻ പോകുന്ന ഏപ്രിൽ ടു മെയിൽ എവിടെയായിരിക്കും ഡേറ്റ് വരുന്നത്. ഇപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, ഞങ്ങൾ അടുത്ത ഒരു 6 മാസത്തെ ഇലക്ഷനാണ് ഞാൻ പറഞ്ഞത്. ഈ എല്ലാ മാസവും ഇവിടെ ഇലക്ഷനാണ്. ഇലക്ഷൻ ഇല്ലാത്തൊരു വർഷമോ മാസമോ ഇന്ത്യയിലില്ല. മാസം തന്നെ ഇല്ല, പിന്നാണ് വർഷം. എല്ലാ വർഷത്തിലും ഇവിടെ ഇലക്ഷനാണ്. അങ്ങനെ നടക്കുന്ന ഒരു നാട്ടിൽ പറയുക ഇലക്ഷൻ്റെ മുമ്പാണ് ഇത് നടന്നതെന്ന് പറഞ്ഞാൽ ശരിയാണ്. പെട്ടെന്ന് കേൾക്കുമ്പോൾ ആളുകൾ വിചാരിച്ചു പോകും ഇതൊരു കൃത്യമായൊരു പ്രൊപ്പഗണ്ടയാണ്. ഈ പ്രൊപ്പഗണ്ട വരുന്നത് ഒരു ഇസ്ലാമോ ലെഫ്റ്റ് എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. ആ വിഭാഗമാണ് ഇപ്പം എഴുതിയിടുന്നത്. ഈ എഴുതിയിടുന്നവന്മാർ മൊത്തം ഇവിടുത്തെ ലെഫ്റ്റുകളാണ്. ക്യാപ്സ്യൂളുകൾ ഓരോന്നായിട്ട് ഉണ്ടാക്കി വിടുകയാണ്. ഇത് ഈ ഇസ്ലാമിസ്റ്റുകൾ അത് കൊണ്ടുവന്ന് ഓരോ വീഡിയോയുടെ അടിയിൽ കൊണ്ടുവന്ന് കമൻറ്റ് ഇടുകയാണ്. ആ പ്രൊപ്പഗണ്ട ഇങ്ങനെ വരുത്തുകയാണ്. ഇത് ഇന്നും നിലം തുടങ്ങിയ പരിപാടിയൊന്നുമില്ല. നേരത്തെ നമുക്കറിയാം ISIS ഒരു സ്ട്രോങ് ആയിരുന്ന കാലത്ത് ഏത് ISIS വാർത്ത ഇവിടെ ഉണ്ടായാലും, ഏതെങ്കിലും നാട്ടിൽ ISIS ഇറാഖിലും സിറിയയിലും ആക്രമിക്കുന്നതിൻ്റെ വാർത്തയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രാജ്യത്ത് ആക്രമിക്കുന്നതിൻ്റെ വാർത്തയോ വരുമ്പം ആ വാർത്തയുടെ അടിയിൽ കൊണ്ടുവന്നിട്ടുന്ന ആദ്യത്തെ കമൻറ്റ് കാണാം, ISIS = RSS. ഇതായിരുന്നു ഇവിടുത്തെ കമൻറ്റ്. മെയിൻ കമൻറ്റാണ് ISIS = RSS, ISIS = RSS, LHS = RHS, ഹെൻസ് പ്രൂവ്ഡ്. ഇതായിരുന്നു പരിപാടി. ഇതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത് ഇവന്മാർ? കാരണം ആ ഒരു തീവ്രവാദത്തിൻ്റെ തോത് കുറയ്ക്കാണ്. ഇവിടെ RSS ഉള്ളതുപോലെ അവിടെ ISIS ഉണ്ട്, അത്രയേ ഉള്ളൂ എന്നുള്ള രീതിയിൽ അങ്ങ് നോർമലൈസ് ചെയ്യുകയാണ്. ഇന്ത്യയിൽ RSS പ്രവർത്തിക്കുന്ന പോലെയാണോ ISIS രാജ്യത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്? ചിലപ്പോൾ ഐഡിയോളജിയൊക്കെ ഒരുപോലെ ആയിരിക്കും. 2 മതരാഷ്ട്രമാണ് ലക്ഷ്യം വെക്കുന്നത്, ശരിയാ. പക്ഷേ അവരുടെ പ്രവർത്തനമാണ് നോക്കേണ്ടത്. പ്രവർത്തനം വെച്ച് നോക്കിയാൽ ഇപ്പം മുസ്ലിം ലീഗുമായിട്ട് കമ്പയർ ചെയ്താൽ നമുക്ക് മനസ്സിലാക്കാം. RSS പ്രവർത്തിക്കാമെങ്കിൽ മുസ്ലിം ലീഗിന് പ്രവർത്തിച്ചുകൂടെ എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ മുസ്ലിം ലീഗ് പ്രവർത്തിക്കാമെങ്കിൽ RSS പ്രവർത്തിച്ചുകൂടെ എന്ന് ചോദിക്കാം.
അത് നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ ISIS-ഉമായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. കാരണം എന്താണ്, ഇങ്ങനെ ഒരു പ്രശ്നം വരുമ്പോഴത്തേക്ക് അതിനെ ലഘൂകരിക്കുകയാണ്. ഇത് വലിയ സംഭവമൊന്നുമല്ല, ഇങ്ങനെ ആളുകളെ കൊല്ലുന്നതും കഴുത്തറുത്ത് കൊല്ലുന്നതും മുസ്ലിം രാജ്യം ഉണ്ടാക്കാൻ വേണ്ടി എന്ന ലക്ഷ്യത്തോടു കൂടി മതം നോക്കി കൊല്ലുന്ന ജിഹാദ് നടത്തുന്നത് ഒരു നോർമൽ സാധനമാണ് എന്ന് വരുത്തി തീർക്കുകയാണ്. ഇപ്പം ഇവിടുത്തെ നമുക്കറിയാം BJP ആണ് ഇതിൻ്റെ പിന്നിൽ എന്നാണ് പറയുന്നത്. ഇത് സ്ഥിരം പരിപാടിയാണ്. അമേരിക്കയിൽ 2 കെട്ടിടത്തിന് മുകളിൽ പ്ലെയിൻ കൊണ്ട് ഇടിച്ച് കയറ്റി പൊട്ടിച്ച ആരാണ്? അമേരിക്കക്കാർ. ഇസ്രയേൽ ആക്രമണം നടത്തുന്ന ആരാണ്? ഇസ്രയേലുകാർ, ജൂതന്മാർ. ഇന്ത്യയിൽ ആക്രമണം നടത്തുന്നത് BJP-ക്കാർ, ഭരിക്കുന്നവർ. ഈ ആഫ്രിക്കയിലൊക്കെ ഈ ബോക്കോ ഹറാം ഒക്കെ എന്തുവാ, അത് അവിടുത്തെ ക്രിസ്ത്യാനികളായിരിക്കും. ഇത് സ്ഥിരം പരിപാടിയാണ്. ഇത് ഇന്നും നേരം തുടങ്ങിയ പരിപാടിയല്ല, ഇത് സ്ഥിരം ഉള്ളൊരു പ്രൊപ്പഗണ്ടയാണ് ഈ സാധനം. എവിടെ ആക്രമണം, ഇത് ഞങ്ങളല്ല, ഇത് ഞങ്ങളുടെ ഗർഭം ഇങ്ങനല്ല, ആ പരിപാടിയാണ് സ്ഥിരം. ഈ പിടിക്കുന്നവന്മാരല്ല അതിൻ്റെ തെളിവുകളും സാധനങ്ങളും എല്ലാം അനുസരിച്ച് എല്ലാം വെച്ചാണ് പിടിക്കുന്നത്. ഇത് എന്തിനാണ് കൊന്നതെന്നും മതം നോക്കിയാണ് കൊന്നതെന്നും മതത്തിന് വേണ്ടിയാണ് കൊന്നതെന്നും ജിഹാദ് നടത്തുവാണെന്നുള്ള എല്ലാ തെളിവുകളും പുറത്തു വന്നാലും അതിനടി വരുന്ന കമൻറ്റാണ് ഭരണകൂടനാണ്, അവിടുത്തെ തന്നെ ഭരണകൂടനം ചെയ്യുന്നതാണ് ഇതൊന്നും. ഇപ്പം ഇവിടുത്തെ കാര്യം എടുക്കാം, ഇവന്മാരാണ് ഇതെല്ലാം ചെയ്തേക്കുന്നത്. ഇവന്മാർ അവിടുത്തെ RSS-കാരാണോ? ഇപ്പോൾ ഇവന്മാരെ പിടിച്ച് തെളിവ് സഹിതം പിടിച്ച് ഇവന്മാരുടെ എല്ലാം കയ്യിലുണ്ടായിരുന്ന സ്ഫോടന വസ്തുക്കളുടെ എല്ലാം അളവ് സഹിതമുണ്ട്. 3000 കിലോ ഒക്കെയാണ് സ്ഫോടന വസ്തു കഴിക്കുന്നത്. 3000 കിലോ എന്ന് പറഞ്ഞാൽ എന്തോ നാശം ഉണ്ടാക്കാനോ എത്ര വലിയ ബോംബ് ഉണ്ടാക്കാനോ ശേഷിയുള്ളതാണ് ഇതൊക്കെ. 3000 കിലോയുടെ സ്ഫോടന ശേഷിയുള്ള സാധനങ്ങൾ. സംഘികളാണ് ഇതൊക്കെ. എന്ത് പ്രചാരകരോ ഏതാണ്ടൊക്കെ ഉണ്ടല്ലോ, സർസംഘചാലകോ അങ്ങനെയൊക്കെ ഉണ്ടോ. സർസംഘചാലകം ഏറ്റവും വലിയ ആളാണ് പുള്ളി. അതുപോലത്തെ ടീമുകളാണോ ഇത്? അത് BJP-യുടെ പ്രസിഡന്റുമാരാണോ ഇതൊക്കെ? ഒരു തെളിവുമില്ല, ഒരു ബേസും ഇല്ലാതെ അങ്ങ് അടിച്ചങ്ങ് വിട്ടോളൂ ഒരു പ്രൊപ്പഗണ്ട. അത് താങ്ങാൻ കുറേ പേര്, വിശ്വസിക്കാൻ കുറേ ആളുകൾ വിശ്വസിച്ചു പോകും. കാരണം അവർക്ക് ഇൻഫർമേഷൻ്റെ കുറവുണ്ട്, അതുകൊണ്ട് അത് വിശ്വസിച്ചു പോകും. ഇങ്ങനൊരു പ്രൊപ്പഗണ്ട ഉണ്ടാക്കുക സ്ഥിരം പരിപാടിയാണ്. ഇവന്മാരൊക്കെ ഡോക്ടേഴ്സാണ്. ആലോചിച്ച് നോക്കി, ഇവരൊക്കെ ചികിത്സയ്ക്ക് പോയിക്കൊണ്ടിരുന്ന അന്യമതസ്ഥരുടെയൊക്കെ അവസ്ഥ എന്തുമായിരുന്നു, ഇവരൊക്കെ എന്തൊക്കെയാണ് അവരെ ചെയ്തിട്ടുള്ളതെന്ന് ഇനി ആർക്കറിയാം. ഇതിങ്ങനെ നമ്മുടെ സമൂഹത്തിൽ ഇവരിങ്ങനെ ഇഴുകി ചേർന്ന് താമസിക്കുകയാണ്. ഇത് നമ്മുടെ സമൂഹത്തിൽ തന്നെ ഉള്ളവരാണ്. ഒന്ന് ആലോചിച്ച് നോക്കി. ഇപ്പോൾ ISI പാകിസ്ഥാൻ്റെ ചാര സംഘടനയാണ്. പാകിസ്ഥാൻ എല്ലാ രീതിയിലും വെറും കൂറായിട്ട് പോലും ഈവൻ ഇന്ത്യയുടെ റോയേക്കാളും സ്ട്രോങ് ആയിരുന്നു ISI. കാരണം ഒരു ചാര സംഘടനയുടെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ വളരെ കോംപ്ലിക്കേറ്റഡ് ആണ്. അറിയാമല്ലോ, മറ്റൊരു രാജ്യത്ത് ചാരനായിട്ട് പോയിട്ട് അവരുടെ കണ്ണിൽ പെടാതെ അവിടെ പ്രവർത്തിച്ച് ഇപ്പോൾ ഒരാളെ കൊല്ലാനാണ് ഉദ്ദേശിച്ചെങ്കിൽ, ഇപ്പോൾ മൊസാദൊക്കെ ചെയ്യുന്ന പോലെ അസാസിനേഷൻ ആണെങ്കിൽ അവിടെ പോയി കൊന്നിട്ട് അവിടെ രക്ഷപ്പെടണം. കൊല്ലുന്നതിനേക്കാൾ പാടാണ് അവിടെ രക്ഷപ്പെടാൻ. മനസ്സിലായി? ഇതാണ് ഒരു ചാര സംഘടന ചെയ്യുന്ന പരിപാടി. പക്ഷേ ഇവരെ സംബന്ധിച്ചിടത്തോളം ISIയെ സംബന്ധിച്ചിടത്തോളം ഈസിയാണ്. കാരണം അവരുടെ ശത്രുരാജ്യം ഇന്ത്യയാണ്. ഇവിടെ ഇന്ത്യക്കകത്ത് തന്നെ ഇഷ്ടം പോലെ ആളുകളുണ്ട് അവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി. കാരണം ISI ഉപയോഗിക്കുന്നത് മതമാണ്. അപ്പം അതുകൊണ്ട് അവർക്ക് വേണ്ടി കൊല്ലാനും ചാവാനും ഇഷ്ടം പോലെ ആളുകളാണ്. ബാക്കിയുള്ളവർ ഒരുപാട് ക്യാഷ് കൊടുത്തും ഒരുപാട് പ്രലോഭനങ്ങളിലൂടെയാണ് ചാര സംഘടനകൾ ഓരോരുത്തരെ കയ്യിലെടുക്കുന്നത്. ഇവിടെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. മതം അങ്ങോട്ട് കയറ്റി വിട്ടാൽ മതി, സുഖമായിട്ട് കാര്യം നടന്നോളൂ. തീവ്രവാദത്തിന് മതമില്ലെന്നാണ് പറഞ്ഞത്. മതമാണ് ഇതിനകത്ത് കളിക്കുന്നത്, മതമാണ് ഇതിൻ്റെ ബേസ്. അതുകൊണ്ടാണ് ISI ഇത്രയും വിജയിച്ചിരുന്നത് ഇത്രയും നാൾ. ഇപ്പോൾ കുറച്ച് നാളുകൊണ്ട് ഇപ്പോൾ നടക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം സുരേഷ് ഗോപി പറഞ്ഞ അനുസരിച്ച് നോക്കിയാൽ കഴിഞ്ഞ 1 മാസത്തിനിടയിൽ 8 ആക്രമണമാണ് സുരക്ഷാ സേന തടഞ്ഞത്. 9ാമത്തെ ആയിരിക്കും ഇത് സംഭവിച്ചത്. 9ാമത്തെയാണ് ഇപ്പം പൊട്ടിയത്. ഒരുപാട് പേര് ഇവിടെ തന്നെ ഉണ്ട്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്തുവാ ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ അത് ചെയ്തിട്ട് അവിടുന്ന് രക്ഷപ്പെടാനാണ് ഏറ്റവും വലിയ പാട്. ഇവർക്ക് അതും വേണ്ട, ചാവേറുകളാണ്, ചാവാൻ റെഡിയാണ് മതത്തിന് വേണ്ടി. മതമാണ് ഇതിന് പിന്നിൽ കളിക്കുന്നത്. തീവ്രവാദത്തിന് മതമുണ്ട്. ആ മതമുണ്ട് എന്ന് പറയാൻ ആദ്യം നട്ടല് വേണം. മതമുണ്ട് എന്നത് ആദ്യം പറയണം. മതമാണ് ഇതിൻ്റെ പിന്നിൽ, ജിഹാദാണ് ഇതിൻ്റെ പിന്നിൽ. അത് ആദ്യം മനസ്സിലാക്കുക. ഇതിൻ്റെ സോഴ്സ് അവസാനിപ്പിക്കാതെ, ഇതിൻ്റെ വിത്തുകൾ നശിപ്പിക്കാതെ ഒരു രീതിയിലും ഇത് അവസാനിക്കാൻ പോകുന്നില്ല. അതിൻ്റെ ബഹിസ്ഫുരണങ്ങളാണ് ഈ സോഷ്യൽ മീഡിയ കാണുന്നത് മുഴുവൻ. ഇവരൊന്നും അറിയാത്ത വെറുതെ കമൻ്റ് ഇടുന്നൊന്നുമല്ല. കൃത്യമായിട്ട് ഓരോരുത്തരെ ക്യാപ്സ്യൂളുകൾ ഉണ്ടാക്കി കൊടുക്കും. അത് എല്ലാ പോസ്റ്റിനും അടിയിൽ കൊണ്ടുവന്ന് ഇങ്ങനെ കമൻ്റ് ഇടുകയാണ്. ഇലക്ഷനാണ്, BJP ആണ്. എവിടെ തീവ്രവാദ ആക്രമണം നടന്നാലും അതിന് ഉത്തരവാദിത്തം അവിടുത്തെ ഭരണകൂടമാണ്, അല്ലാതെ അവിടുത്തെ ജിഹാദികളല്ല. ഇങ്ങനെയുള്ളവന്മാരെയാണ് ആദ്യം സൂക്ഷിക്കേണ്ടത്. ഇങ്ങനെയുള്ളവന്മാർ അവസാനിക്കാതെ ഈ ഭീകരവാദം ഈ ലോകത്തൊന്നും തന്നെ ഇല്ലാതാവാൻ പോകുന്നില്ല. ഇന്ന് ലോകം അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം തന്നെ ഇസ്ലാം മത തീവ്രവാദം തന്നെയാണ്. അത് പറയാൻ ആദ്യം നട്ടല് വേണം. ഒരുത്തനും മിണ്ടത്തില്ല, രാഷ്ട്രീയക്കാരും മിണ്ടത്തില്ല, സാമൂഹിക പ്രവർത്തകരും മിണ്ടത്തില്ല. എല്ലാം ഇങ്ങനെ മൂട് താങ്ങി ഇങ്ങനെ ജീവിക്കുകയാണ്. കാരണം രാഷ്ട്രീയക്കാർ മിണ്ടത്തില്ല, കാരണം അവർക്ക് വോട്ടാണ് അവരുടെ എല്ലാം. വോട്ടിന് വേണ്ടി മിണ്ടത്തില്ല. എണ്ണം നോക്കിയിട്ടാണ് ഒരു തീരുമാനം എടുക്കുന്നത്. വടക്കേന്ത്യയിലെ രാഷ്ട്രീയക്കാരും മിണ്ടും, കാരണം അവിടെ എണ്ണം കുറവാണ്. കേരളത്തിൽ ഇത് നല്ലപോലെ വിറ്റുപോകും. കാരണം ഓരോരുത്തരുടെ പോപ്പുലേഷൻ്റെ അളവ് നോക്കിയിട്ടാണ് ഓരോരുത്തർ എന്ത് പറയണമെന്ന് തീരുമാനിക്കുന്നത്. ഇങ്ങനെ എത്ര നാൾ ഇങ്ങനെ മുന്നോട്ട് പോകാനാണ്? ഇത് നശിക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഇത് തുറന്നു പറയാനും അതിനെതിരെ പ്രതികരിക്കാനെങ്കിലും ആളുകൾ വേണം.